പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. KSRTC CMD PS പ്രമോജ് ശങ്കർ, DTO ഇൻചാർജ് K അഭിലാഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, സോമൻ, സെബി കൊടിയൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ശിവരാമൻ, PK ശേഖരൻ, MA ഫ്രാൻസിസ്, ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹി അരുൺ ലോഹിതാക്ഷൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള വാണിജ്യ പ്രാധാന്യമുള്ള 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഉചിതമായ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. 1ാം ഘട്ടമായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയും പ്ലാനും എസ്റ്റിമേറ്റും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ തയ്യാറാക്കി സമർപ്പിക്കും. നേരത്തെ വിവിധ മേഖലകളിലേക്ക് KSRTC നടത്തിയിരുന്ന സർവീസുകൾ തുടർന്നും നടത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, NHAI തുടങ്ങിയ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്നും KK രാമചന്ദ്രൻ MLA നിർദ്ദേശിച്ചു. ഇവിടെ നമുക്ക് ഈ KSRTCക്ക് ഇങ്ങനെ ഇത്രയധികം സ്ഥലമുള്ള ഒരു ഡിപ്പോ തന്നെ ഉണ്ടാവില്ല കേരളത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. 4 ഏക്കർ 5 സെൻറ്റ് സ്ഥലം സ്വന്തമായി KSRTCക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുൻ പ്രസിഡന്റുമാരും മറ്റാളുകളൊക്കെ ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. ഇവിടെ അപ്പം അങ്ങനെയുള്ള സ്ഥലത്തിന് മാക്സിമം ഉപയോഗപ്പെടുത്തി KSRTCക്കും അതോടൊപ്പം ജനങ്ങൾക്കും സേവനം ഉണ്ടാവുക, അതിൻ്റെ ഭാഗമായി KSRTCക്കും ഒരു വരുമാനം ഉണ്ടാവുക, അതിനോടൊപ്പം നാടിന് ഒരു വികസനം ഉണ്ടാവുക എന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു മീറ്റിങ്ങിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇവിടെ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം, എങ്ങനെയാണ് പുതുക്കാട് ഡിപ്പോയുടെ പുതിയ ഒരു വികസനവും അത് എന്തൊക്കെ കാര്യങ്ങളാണ് കർമ്മ പദ്ധതികൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നടപ്പിലാക്കാം, അതിൻ്റെ ഫിനാൻഷ്യൽ മോഡൽസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതാണ് ആമുഖമായി പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പുതുക്കാട് ഡിപ്പോയുടെ പല പദ്ധതികളുണ്ട്. അത് ബഡ്ജറ്റ് പ്രൊവിഷനിൽപ്പെടുത്തിയത് അല്ലാതെ തന്നെ നമ്മൾ PPP മോഡലിൽ 2 സ്റ്റാൻഡുകൾ 1.5 കിലോമീറ്ററിനുള്ളിൽ പ്രവർത്തിക്കുകയും പിന്നീട് ആ വാശിയെല്ലാം തീർന്ന് എല്ലാം ഒരു സ്റ്റാൻഡായിട്ട് മാറ്റുകയും ചെയ്തു. 2 സ്ഥലങ്ങളും അതാത് പഞ്ചായത്തിൽ വിട്ടുകൊടുക്കുകയും ഇവിടെ 4 ഏക്കർ 5 സെൻറ്റ് സ്ഥലം ഈ പ്രദേശം പുതുക്കാട് പഞ്ചായത്ത് അക്വയർ ചെയ്ത് KSRTC ഏൽപ്പിക്കുകയാണ്.